നമസ്കാരം. വളരെ ആശ്വാസകരമായ സന്തോഷകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലുണ്ടായിരുന്ന മലയാളി യുവതി ആൻ ടെസ തിരിച്ചെത്തിയിരിക്കുന്നു. തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻ ടെസ ജോസഫാണ് കോട്ടയത്തെ വീട്ടിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഒരു വർഷം മുൻപാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലാണ് ആൻ ടെസയുടെ മോചനത്തിലേക്ക് നയിച്ചത്. ഒരു വർഷം മുൻപാണ് ആൻ ടെസ മുംബൈയിലെ MSC ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. പരിശീലനത്തിന്റെ ഭാഗമായി 9 മാസം മുൻപാണ് ഈ കപ്പലിലെത്തിയത്. ഏപ്രിൽ 13-നാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇസ്രയേൽ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത്. ഇറാൻ സർക്കാരിന്റെയും ടെഹ്റാനിലെ ഇന്ത്യൻ മിഷൻ അധികൃതരുടെയും സംയുക്ത ശ്രമം ഫലമായാണ് ആൻ ടെസ ജോസഫ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വലിയ ആശങ്കയായിരുന്നു 4 മലയാളികൾ ആ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് ആൻ ടെസ തിരിച്ചെത്തിയിരിക്കുന്നു. ആശ്വാസകരമാണ്. മറ്റുള്ളവരുടെ മോചനത്തിലേക്ക് സാധ്യത കൽപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആൻ ടെസ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഈ മോചനം സാധ്യമായത്? രേണുക, ആന്റെ ആദ്യ പ്രതികരണം വരുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആദ്യ പ്രതികരണമാണ് ആനിൽ നിന്നും വരുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തനിക്കറിയാത്ത ഒരുപാട് പേര് തന്നെ മോചിപ്പിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും അതിലിടപെടുകയും ചെയ്തു. അവർക്ക് എല്ലാവർക്കും നന്ദി എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ആൻ മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം തനിക്ക് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. തനിക്ക് മാത്രമല്ല, തനിക്കൊപ്പം ഉണ്ടായിരുന്ന ആ കപ്പലിലുണ്ടായിരുന്ന ആർക്കും തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷത്തിന്റെ ഭാഗമായി കപ്പൽ പിടിച്ചുവെച്ചു എന്നതിനപ്പുറത്തേക്ക് തങ്ങളെ മാനസികമായോ ശാരീരികമായോ ഒരു ഉപദ്രവവും നടത്തിയിട്ടില്ല. അതോടൊപ്പം തങ്ങൾക്ക് കൃത്യമായ ആഹാരം ലഭിക്കുകയും തങ്ങൾ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമായിരുന്നു അവിടെ. ഇറാൻ കപ്പൽ പിടിച്ചു വെച്ചവർ തങ്ങളോട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിട്ടില്ല എന്നും ടെസ പറയുന്നു. അതോടൊപ്പം താൻ മാത്രമാണ് ആ കപ്പലിലുള്ള ഏക വനിത. അതുകൊണ്ട് മാത്രമാണ് തന്നെ ഇത്രയും വേഗം വിട്ടയച്ചത് എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ടെസ പറയുന്നു. അതോടൊപ്പം മറ്റുള്ളവരെ ഈ 3 മലയാളികൾ അടക്കമുള്ള 17 ഇന്ത്യക്കാരെയും ഉള്ളവരെയും എത്രയും വേഗം മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ഉടൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തുമെന്നാണ് ടെസയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ടെസയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിൽ വളരെയേറെ സന്തോഷം. തീർച്ചയായും നവമി, ടെസ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ സുരക്ഷിതത്വത്തിലേക്ക്, സ്വന്തം നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക്, വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ടെസ എത്തിയിരിക്കുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റു മലയാളികളെ കുറിച്ച് ടെസ എന്താണ് പറയുന്നത്? വളരെ നല്ല രീതിയിലാണ് അവർ പെരുമാറിയത് എന്ന് പറയുന്നുണ്ട്. ഭക്ഷണവും മറ്റാവശ്യങ്ങളും ഒക്കെ നടത്തിക്കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു മലയാളികളുടെയും സാഹചര്യം, അവസ്ഥ സമാനമാണ് എന്നാണോ ടെസ സൂചിപ്പിക്കുന്നത്? അതെ, തീർച്ചയായും രേണുക. ഇവരെ പിടിച്ചു വെച്ചുവെങ്കിലും അവരെ ഒരു ബന്ദികളാക്കിയെന്ന് ടെസ പറയുന്നില്ല. കാരണം അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി തങ്ങളെ പിടിച്ചു വെച്ചു എന്നതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് ആർക്കും തന്നെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ആ കപ്പലിനുള്ളിൽ ഉണ്ടായിട്ടില്ല. തനിക്ക് ആഹാരം കഴിക്കാൻ പോലും തങ്ങൾ തന്നെയാണ് അവിടെ ആഹാരം പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കൊപ്പമുള്ളവരും അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവരെല്ലാവരും കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ അതിന് വളരെയേറെ നന്ദി ടെസ പറയുന്നുണ്ട്. തനിക്കൊപ്പമുള്ളവരും എത്രയും വേഗം നാട്ടിലേക്ക് എത്തും. താൻ ഉൾപ്പെടെ 4 മലയാളികളാണ് ഉണ്ടായിരുന്നത്. മൊത്തം 17 ഇന്ത്യക്കാർ. ആ കപ്പലിൽ ആകെ 25 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 25 ടെസ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി 24 പേരെയും എത്രയും വേഗം മോചിപ്പിക്കും. അവരെയും അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ശനിയാഴ്ചയാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഈ ടെസ ഉൾപ്പെടെയുള്ള 17 ഇന്ത്യക്കാരെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും ഇന്ത്യൻ എംബസി ഇതിനോടകം തന്നെ നടത്തിയിരുന്നു. താൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ്, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഈ 25 പേരിൽ താൻ ഒരാൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടി. അതുകൊണ്ടാണ് തന്നെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിച്ചത്. ബാക്കിയുള്ളവരും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. അതോടൊപ്പം അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവർ കുടുംബവുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവരോടെല്ലാം കൃത്യമായി സംസാരിച്ചു കഴിഞ്ഞു ഇന്ത്യൻ എംബസി. ബാക്കി വരും ദിവസങ്ങളിൽ അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കും. ഈ മലയാളികൾ ഉൾപ്പെടെ, ഇവർ 4 പേരുണ്ടായിരുന്നു മലയാളികൾ. ഈ 4 പേരും 3 പേരും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതിന് ശേഷമാണ്, അവരോട് യാത്ര പറഞ്ഞതിന് ശേഷമാണ് ടെസ തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയതും
അവരും ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും കൂടി ടെസ പറയുന്നുണ്ട്. തീർച്ചയായും എന്തായാലും മറ്റ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് മറ്റ് അവിടെ അകപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് കൂടി വലിയ ആശ്വാസകരമായ വാർത്തയാണ് ടെസയുടെ വാക്കുകൾ. ആഹാരത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അവർക്ക് മറ്റൊരു തരത്തിലും ഉപദ്രവമോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, അതുകൊണ്ട് തന്നെ ബന്ദികളാക്കിയവരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു നില ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് എന്തായാലും ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. അവരുടെ മോചനത്തിനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നു എന്ന വിവരം കൂടി തിരിച്ചെത്തിയ ടെസ നൽകുന്നുണ്ട്. നവമി, നേരത്തെ എറണാകുളം വിമാനത്താവളത്തിൽ, കൊച്ചി വിമാനത്താവളത്തിലാണ് ഈ ടെസ എത്തിയത്. ടെസ അവിടെ നിന്നാണ് ഇപ്പോൾ കോട്ടയത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിവരം ആദ്യം പുറത്ത് വന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് തന്നെയാണോ ഇതിനെ നമ്മൾ കാണേണ്ടുന്നത്? വലിയ ആശങ്കയിലായിരുന്നു കുടുംബാംഗങ്ങൾ. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ടെസയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നയതന്ത്ര വിജയമായി തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നതല്ലേ? അത് തീർച്ചയായും രേണുക, കാരണം ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിന് ഇടയിൽ തന്നെ, അതായത് 17 ഇന്ത്യക്കാർ, അതിൽ 4 മലയാളികളാണ് ഈ കപ്പലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊരു വാർത്ത അറിഞ്ഞ് നമ്മൾ എല്ലാവരും ഞെട്ടിയതാണ്. അതിലൊരു പെൺകുട്ടിയുണ്ട്, വളരെ പ്രായം കുറഞ്ഞ കുട്ടി കൂടിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും വലിയ ആശങ്ക ഉണ്ടാകുന്നു. പിന്നീട് ആനിന്റെ വീടുമായി ബന്ധപ്പെടുന്നു. കുടുംബവും വളരെ ഏറെ വിഷമത്തിലൊരു സാഹചര്യത്തിൽ. പക്ഷേ ആൻ വീട്ടുകാരുമായി സംസാരിച്ചു. അവളവിടെ സുരക്ഷിതയാണെന്ന് ആനിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രി വി മുരളീധരനെ അടക്കം മാധ്യമങ്ങളും കുടുംബവും ഒക്കെ നിരവധി തവണ ബന്ധപ്പെടുകയും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴെല്ലാം അവർ പറയുന്ന ഉറപ്പ്, എത്രയും വേഗം ഈ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം അവരുടെ നാട്ടിലേക്ക് അയക്കും. ഈ പെൺകുട്ടിയെ ഉൾപ്പെടെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ വിദേശകാര്യ മന്ത്രാലയം നടത്തിക്കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു. ഇന്ത്യൻ എംബസി ഇറാൻ എംബസിയുമായി ബന്ധപ്പെടുകയും അവരെ ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഈ കപ്പൽ അടുപ്പിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലായിരുന്നു പിന്നീട് ഇത്രയും കുറച്ച് സമയത്തെ കൂടി ഈ വൈകിയ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എങ്കിൽ പോലും എത്രയും വേഗം ഈ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിൽ നിന്നും ഇന്ത്യൻ എംബസി പിന്നോട്ട് പോയിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു ഇടപെടൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായി തന്നെയാണ് ആൻ ഇന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു സന്തോഷവും ആൻ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയത്. ഈ ആൻ നാട്ടിലെത്തിയെന്നറിഞ്ഞതിൽ സന്തോഷം. ഒപ്പം പ്രധാനമായി വിദേശത്തായാലും സ്വദേശത്തായാലും ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്നുകൂടി അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ആൻ കൊച്ചിയിലേക്ക് എത്തി, അതായത് 4 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തി എന്നുള്ളൊരു ഫോട്ടോ സഹിതം എക്സ് മാധ്യമത്തിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടപ്പോഴാണ്, വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടപ്പോഴാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുന്നത് ആൻ നാട്ടിലേക്ക് എത്തിയെന്നുള്ളത്. അതുവരെ അതീവ സുരക്ഷയിലായിരുന്നു ഇവരുടെ. തുടരുക നവമി. എന്തായാലും ടെസയുടെ വാക്കുകൾ, ആൻ ടെസയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ആൻ ടെസ സുരക്ഷിതമായി കോട്ടയത്തെ വീട്ടിലെത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ബന്ദിയാക്കിയ ഘട്ടത്തിലും നേരിടേണ്ടി വന്നില്ല എന്ന കാര്യമാണ് ആൻ ടെസ പറയുന്നത്. ഒപ്പം ഈ മോചനത്തിന് സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ആൻ ടെസയുടെ വാക്കുകളിലേക്ക്. ഇതിന്റെ അകത്ത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്, ഫോറിൻ അഫയേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു റിലീസ് എനിക്കുണ്ടായത്. അത് 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 അവർ മാത്രമല്ല, ഞാൻ കാണാത്ത, എനിക്ക് അറിയാത്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവര് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയായിരുന്നു ദിവസങ്ങൾ എങ്ങനെയാ കടന്നു പോയത്? ആ ദിവസം അത് ശരിക്കും പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു, ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. അല്ലാതെ ഇത് ശരിക്കും നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ലായിരുന്നു. അങ്ങനെ നടന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു. അവര് കപ്പൽ പിടിച്ചെടുത്തവർ അവര് പിടിച്ചെടുത്തെന്ന് പറഞ്ഞാലും അവര് ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ അവര് ഇടപെടുന്ന ഫുഡിന്റെ കാര്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം, പാകം ചെയ്യാം. പിന്നെ അവര് വിളിച്ചു പറയും, ആ സമയത്ത് ചെന്ന് കഴിക്കുക, തിരിച്ച് ക്യാബിനിലേക്ക് ചെല്ലുക. അത് മാത്രമേ ഉണ്ടായിരുന്നു. അല്ലാതെ
ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ആരെയും അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആൾക്കാരെയൊന്നും ചെയ്യാൻ അവർക്കില്ല. മലയാളികള് ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഇപ്പൊ ഇന്ത്യക്കാർ അവിടെ 16 പേരുള്ള ബാക്കി. ഇനി അവർക്ക് അവരെ ഇപ്പോ ഇന്നലെ കൗൺസിലേറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അവരൊരു റിലീസ് ഉണ്ടാകുന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും മറ്റു രാജ്യക്കാരുടെ ആയാലും റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോ ഒരു പെൺകൊച്ചെന്നുള്ളതിന്റെ ഉണ്ടായിരിക്കാം. ഇല്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെൺകൊച്ചായിട്ട്. അവിടെ 25 പേരിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാളികളിലും. ഇവിടെ 25 പേരിലും ഞാൻ മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ തടവിൽ നിന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവിടെ അവരുടെ കൂടെയാണ് 24 പേര്. ഇപ്പോ ആങ്കറേജിലാണ് കിടക്കുന്നത് കപ്പൽ. ഇനി തിരിച്ചു പോകുന്നില്ലേ? തിരിച്ചു പോകും. അത് കാരണം ഞാനിത് ആഗ്രഹിച്ചെടുത്തൊരു മേഖലയാണ്. എന്റെ ആദ്യത്തെ കപ്പലാണ്. ഞാനൊരു 9 മാസം മുന്നേ കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ 3 വർഷം പഠിച്ചതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സ്. അപ്പോൾ എന്തായാലും ഒരിക്കലും ഉപേക്ഷിക്കില്ലേ ഫീൽഡ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. കമ്പനി അവർ ഡീൽ ചെയ്യുന്നതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. ദുരന്തം പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണല്ലോ. ഓരോ ഭാഗത്തും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. നല്ലതും കാണും, ചള്ളും കാണും. ഉണ്ട്. കാരണം അവരുടെ ഭാഗത്ത് ഈ ഇറാൻ അവരുടെ അധികാരികളാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട് അവര്. ഇല്ല, അതൊരു പല കാരണങ്ങളാണ് പറയുന്നത്. ഇല്ല, പൊളിറ്റിക്കൽ കോസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് പൊളിറ്റിക്കലിസം മാത്രമല്ല. ആദ്യം അവര് സമുദ്രാതിർത്തി ലംഘിച്ചെന്ന് പറഞ്ഞു. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു. അങ്ങനെ പലതും പറയുന്നുണ്ട്. പല കാര്യങ്ങൾ. ഭയം അത് ആദ്യം അവരെ കണ്ട സമയത്ത് പിടിച്ചായിരുന്നു. സത്യമായിട്ടും പിടിച്ചായിരുന്നു. ഉണ്ടായിരുന്നു. അത് ആദ്യ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം അവര് വീട്ടിലേക്ക് വിളിക്കാനും നെറ്റൊക്കെ ആണെങ്കിലും ഇന്റർനെറ്റ് സൗകര്യമാണെങ്കിലും എല്ലാം അധികം നേരത്തേക്കല്ല എങ്കിലും വീട്ടിലേക്ക് വിളിക്കാൻ, എല്ലാവരും സംസാരിക്കാൻ, സുഖമായിട്ടിരിക്കുന്നെന്ന് പറയാൻ. തന്റെ മോചനത്തിന് ശ്രമിച്ച പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ആൻ ടെസ. ജീവിതത്തിലെ ഒരു അനുഭവമായി ഈ സംഭവത്തെ എടുക്കുകയാണ് ആൻ. എന്തായാലും മോശം അനുഭവങ്ങൾ ഉണ്ടായില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത്. കപ്പലിലെ ജീവനക്കാരിലേക്ക് അവർ നൽകിയിട്ടില്ല. ഭക്ഷണം ഉൾപ്പെടെ എല്ലാം കൃത്യമായി ലഭിച്ചിരുന്നു എന്നാണ് ആൻ പറയുന്നത്. ജി ശ്രീജിത്ത് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഒരു പെൺകുട്ടി മാത്രമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അവൾ മോചിതയായി നാട്ടിലെത്തിയിരിക്കുന്നു, സുരക്ഷിതയായി. വളരെ ധീരയായ ഒരു പെൺകുട്ടിയായിട്ടാണ് ആന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു ജീവിതത്തിലെ അനുഭവമായി മാത്രം ഈ സംഭവത്തെ എടുക്കുന്നു. ആ ജോലി തന്നെ തുടർന്നും ചെയ്യുമെന്ന് പറയുന്നു. ഒപ്പം വളരെ ബോൾഡായി തന്നെ അതിനെ നേരിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി മാധ്യമങ്ങളോട് പറഞ്ഞത്? രേണുക, തീർച്ചയായും അതാണ് അതിലെ ഏറ്റവും നമുക്കൊക്കെ ആവേശം തരുന്ന വാക്കുകൾ. അത് തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിലൊക്കെ ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. പക്ഷേ ആൻ ടെസ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് താൻ ആഗ്രഹിച്ച് നേടിയ ജോലിയാണ്, അതുകൊണ്ട് തന്നെ താൻ ഈ ജോലിയിലേക്ക് തന്നെ തുടരും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ആൻ ടെസ പറയുകയാണ്. എന്തായാലും ആ സംഭവ വികാസങ്ങളിൽ കേന്ദ്ര സർക്കാരിനോടടക്കം ആൻ ടെസ നന്ദി പറയുകയാണ്. കാരണം വളരെ വേഗത്തിലൊരു മോചനം സാധ്യമാക്കി എന്നുള്ളതിൽ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ള നന്ദിയും ആൻ ടെസ അറിയിക്കുകയാണ്. പലതരത്തിൽ പലരും ഇടപെട്ടിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് പോലും തനിക്കറിയില്ല. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ കപ്പലിലടക്കം
മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആൻ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഇറാനുമായൊക്കെ നയതന്ത്ര ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കയ്ക്ക് അപ്പുറത്തേക്ക് ആന്റെ കുടുംബം പിന്നീട് ഒരു അല്പം ആശ്വാസത്തിലേക്ക് എത്തിയിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഇതിലൊരു തുടർ നടപടി ഉണ്ടാകും, അതായത് ആനെ മോചിപ്പിക്കാൻ അങ്ങനെ ഒരു ആത്മവിശ്വാസം ആ കുടുംബത്തിനുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ മോചനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ആൻടെസ. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ കുടുങ്ങിയ മലയാളിയായ ആൻടെസ സുരക്ഷിതയായി കോട്ടയത്തെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJP നേതാവ് N ഹരി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹരി, താങ്കൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഇടപെട്ടതാണ്. പല പ്രമുഖരായ BJP നേതാക്കളുടെയും ഇടപെടലിന് ശ്രമിച്ച വ്യക്തി കൂടിയാണ്. സുരേഷ് ഗോപിയെ കുടുംബവുമായി സംസാരിപ്പിക്കുന്നതിലൊക്കെ താങ്കൾ ഇടപെട്ടിരുന്നു. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തെ നമ്മൾ കാണുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആ കുടുംബം അതുപോലെ തന്നെ ആ കുട്ടിയും ഇപ്പോ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ശരി, ബാക്കിയുള്ള ആളുകളുടെയും മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകാനുള്ള, മലയാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും മോചനം ഉറപ്പാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമത്തിലാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. നമ്മുടെ ഇലക്ഷന്റെ പ്രചരണങ്ങൾക്കിടയിലും നമുക്കറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെയധികം ആ കാര്യത്തില് തീർച്ചയായും എന്തായാലും ബാക്കിയുള്ളവരുടെ മോചനവും വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ന്യൂസ് 18 വളരെ അഭിമാനവും സന്തോഷവുമുള്ള നിമിഷമാണ് ഇത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വി മുരളീധരന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു. ന്യൂസ് 18 അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ മലയാളികളുടെ മോചനത്തിനായി ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സർക്കാരും എംബസിയും മലയാളികളുടെ മോചനത്തിന് ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ന്യൂസ് 18 വി മുരളീധരൻ സ്ഥിരീകരിക്കുക കൂടി ചെയ്തത്. അങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന നിലയിൽ ന്യൂസ് 18 ഇത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷമാണ്. എന്തായാലും ബാക്കി മലയാളികൾ കൂടി വളരെ പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ പ്രത്യേക ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.